വെനം 3ന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നള്ള് ആരാണെന്നുള്ളത്. അത് ആ ട്രെയിലറിലെ അവസാനം ടോമാർഡി നള്ള് എന്ന് പറയാൻ പോകുമ്പോഴത്തേനും വെനം ടോമാർഡിന്റെ ഇങ്ങനെ ഇങ്ങനെ പൊത്തി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ആരാണ് നള്ള് എന്നുള്ളത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്, ആരാണ് നള്ള് എന്നുള്ളത്. ഇപ്പൊ സിനിമ ഇറങ്ങാൻ ഏകദേശം 10-25 ദിവസമുണ്ട്. അപ്പൊ ആരാണ് നള്ള് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല. അത് കുറെ ആൾക്കാർ ഇന്ത്യ ചാനലല്ലാന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്ന കേട്ടോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. ഈ നള്ള് എന്ന് പറഞ്ഞത് ശരിക്കും ഇതിന് നള്ളിന് വേറെ ഒരു പേര് കൂടി ഉണ്ട്, കുറെ പേരുകളുണ്ട്. അതിൽ ഒന്നാണ് ഗോഡ് ഓഫ് സിംബിയോട്സ് എന്ന് പറഞ്ഞത്. സിംബിയോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെനം ഉണ്ടല്ലോ, വെനം പോലത്തെ അങ്ങനെ കുറെ സിംബിയോട്സ് ഉണ്ട്. കുറെ സിംബിയോട്സിൽ ഒന്ന് മാത്രമാണ് വെനം. അപ്പൊ ഈ വെനം അടക്കമുള്ള ബാക്കി സിംബിയോട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് നള്ള് എന്ന് പറയുന്നത്. അപ്പൊ നള്ള് എന്ന് പറയുന്നത് ഓബിയസ്ലി എല്ലാ സിംബിയോട്സിനെക്കാളും ഭീകര പവർഫുൾ ആയിട്ടുള്ള, അതായത് വെനം ഇൻക്ലൂഡിങ് വെനത്തിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നള്ള് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടാവണം മുന്നേ തന്നെ ഉണ്ടായ ഒരു ക്യാരക്ടറാണ് നള്ള് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വേറെ വീഡിയോ നോക്കാം. അതിപ്പോ പറഞ്ഞ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും, അല്ലെങ്കിൽ തന്നെ വീഡിയോ എന്തായാലും ലെങ്ത് ഉണ്ടാവും. അപ്പൊ നള്ള് എന്ന് പറയുന്ന യൂണിവേഴ്സിന് മുന്നേ തന്നെ, ഈ മൊത്തം യൂണിവേഴ്സ് ഉണ്ടാവണം മുന്നേ തന്നെ ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. ഈ മൊത്തം യൂണിവേഴ്സ് ഉണ്ടാവണം മുന്നേ എന്ന് പറയുമ്പോൾ എന്തായാലും ഇരുട്ടാവുമല്ലോ. ആ ഇരുട്ടില്ല, അതാണ് ഇതിന് വേറൊരു രണ്ടാമത്തെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ, കിങ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ഒരു ഇരുട്ടിന്റെ രാജാവായിട്ടൊക്കെ ഇരിക്കണം ഒരു ക്യാരക്ടറാണ് നള്ള് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ആവാനുള്ള കാരണം യൂണിവേഴ്സിന്റെ എത്രയോ മുന്നേ ഉണ്ടായ ഒരു ക്യാരക്ടറാണ് നള്ള്. അതുകൊണ്ടാണ് അപ്പൊ ഇരുട്ടത്ത് ഇങ്ങനെ, അപ്പൊ അത് അങ്ങനെ വന്നൊരു പേരാണ്, ഒരു കിങ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഡാർക്ക്നെസ് എന്നൊക്കെ ഉള്ള ഒരു പേര്. യൂണിവേഴ്സിന് മുന്നേ ഉണ്ടായ ഒരു ക്യാരക്ടറാണ് നള്ള് എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് സെലസ്റ്റിൽസ് എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. സെലസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ ഈ സെലസ്റ്റിൽസ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെലസ്റ്റിൽസിന്റെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആണ്, നള്ളിന്റെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക്നെസ് ആണ്. അങ്ങനെ സെലസ്റ്റിൽസ് വന്നിട്ട് ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ട് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറിയാലോ, ഇരുട്ടിന്റെ മെയിൻ ശത്രു എന്ന് പറയുന്നത് വെളിച്ചാണ്. അപ്പോൾ നള്ള് ഡാർക്ക്നെസ് ആണ്, സെലസ്റ്റിൽസ് ലൈറ്റ് ആണ്. അപ്പോൾ ഓബിയസ്ലി നള്ളും സെലസ്റ്റിൽസും ശത്രുക്കളാവും. അപ്പൊ അവിടെ നള്ള് ഒരു വാറിന് വേണ്ടിയിട്ട്, നള്ള് ഒറ്റയ്ക്ക് കുറെ സെലസ്റ്റിൽസ് ഉണ്ട്, ആ സെലസ്റ്റിൽസിനായിട്ട് വാറിന് വേണ്ടിയിട്ട് നള്ള് തയ്യാറെടുക്കും. അങ്ങനെ ആ ഒരു വാറിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് സെലസ്റ്റിൽസിന്റെ ലൈറ്റ് ഉണ്ടല്ലോ, സെലസ്റ്റിൽസ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് ലൈറ്റ് വെച്ചിട്ടാണ്. അപ്പൊ അവരെ ഈ സെലസ്റ്റിൽസിന്റെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. ഈ സെലസ്റ്റിൽസിന്റെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് മേത്ത് വെക്കും, നേരെ നള്ളിന്റെ മേത്ത് വെക്കുമ്പോൾ നള്ളിന്റെ ഷാഡോ വരും. മനസ്സിലായില്ല? ആ നള്ളിന്റെ ഷാഡോ ഇപ്പൊ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കാണൂല, അതുകൊണ്ട് ക്യാമറ തിരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ലൈറ്റ് അവിടെ ഷാഡോ വരുമല്ലോ, അത് ഈ ലൈറ്റ് വന്നിന്റെ കൈമ വെക്കുമ്പോൾ അവിടെ വരുന്ന ഷാഡോ ആണ്. അതേപോലെ സെലസ്റ്റിൽസിന്റെ ലൈറ്റ് നള്ളിന്റെ മേത്ത് വീണിട്ട് ആ ഒരു ഷേഡോ, അപ്പൊ നള്ളിന്റെ ഷേഡോന്ന് നല്ലൊരു വെപ്പൺ ഉണ്ടാക്കും, ഒരു സോഡ് ഉണ്ടാക്കും, ഒരു വാള് പോലത്തെ ഒരു സാധനം നള്ളിന് കിട്ടും, അല്ലെങ്കിൽ നള്ളുണ്ടാക്കും, രണ്ടും നമുക്ക് പറയാൻ പറ്റും. അത് വെറുതെ ഷോക്ക് വേണ്ടി വെച്ച സാധനമല്ല, അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സോഡാണ്. ആ സോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, സെലസ്റ്റിൽസ് അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് ഈ പറയാൻ പോണ കാര്യം മനസ്സിലായി. ഈ പറയാൻ പോണ കാര്യങ്ങൾ കേട്ടാൽ ഞാൻ മനസ്സിലാവും ഈ സോഡ് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. ഈ സോഡായിട്ട് ഒരു സെലസ്റ്റിയലിനെ നേരെ വെട്ടും. ഈ വെട്ടുന്ന സമയത്ത് ഈ സെലസ്റ്റിയൽസിന്റെ തല രണ്ടായിട്ട് പുലർന്നിട്ട് ഒരു സെലസ്റ്റിയലും മരിക്കും. അപ്പോൾ സെലസ്റ്റിയൽസിനെ അങ്ങനെ ശരിക്കും കൊല്ലാൻ പറ്റില്ല, ഒരു വെട്ടിനോ അങ്ങനൊന്നും സെലസ്റ്റിയലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നള്ള് ചെയ്യും. നള്ളിന്റെ സോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നള്ളിന്റെ ഷാഡോയിൽ വന്ന സോഡ് എന്ന് പറയുന്നത് അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. ആ വെപ്പണ് നേരെ വന്നിട്ട് ഈ തല വെട്ടുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് പോകും. അപ്പൊ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് നള്ളിന്റെ കയ്യിലുള്ളത്. പക്ഷെ ഓബിയസ്ലി ഒരു സെലസ്റ്റിയൽ മാത്രമേ അങ്ങനെ മരണപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ബാക്കി സെലസ്റ്റിയൽസ് ഉണ്ടല്ലോ, ബാക്കി സെലസ്റ്റിയൽ എല്ലാവരും കൂടി ആരടിക്കും? നള്ളിനെ ഡിഫീറ്റ് ചെയ്യും. നള്ളിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു വോയിഡ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് നള്ളിനെ പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു അതിലൊരു കാര്യമുണ്ട്. നള്ളിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ സിംബ്യോട്ട് ഉണ്ടല്ലോ, ഈ നള്ളിന്റെ സോഡ് എന്ന് പറഞ്ഞത് ഒരു സിംബ്യോട്ടാണ്. അത് വെനം പോലത്തെ ഒരു സിംബ്യോട്ടാണ് ആരെടുത്തുള്ളത്? നള്ളിന്റെ അടുത്തുള്ളത്. അങ്ങനെ വോയിഡിലേക്ക് മാറിയതിന് ശേഷം നള്ള് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നള്ളിന്റെ അടുത്തുള്ള ലിവിംഗ് സിംബ്യോട്ട് ആയിട്ടുള്ള ഈ സോഡ്, മനസ്സിലായില്ലേ? സിംബ്യോട്ട് എന്ന് വെച്ചാലോ, വെനം എന്ന് പറഞ്ഞ സിംബ്യോട്ടാണ്. അങ്ങനെ കുറെ സിംബ്യോട്ട് ഉണ്ട്. അതിലൊരു സിംബ്യോട്ട് എന്ന് പറഞ്ഞത് നള്ളിന്റെ അടുത്തുള്ള സോഡാണ്. അപ്പൊ ഒരു ലിവിംഗ് ജീവനുള്ള ഒരു സിംബ്യോട്ടാണ് നള്ളിന്റെ അടുത്തുള്ള ഈ വെപ്പൺ എന്ന് പറഞ്ഞത്, ഈ സോഡ് എന്ന് പറഞ്ഞത്. അത് അടിച്ച് അതിന്റെ മൂർച്ച കൂട്ടും. ഈ ബോഡിയിലേക്ക് പോയല്ലോ നള്ള്. സെലസ്റ്റിയൽസിനായിട്ടുള്ള വാറിൽ ഒരു സെലസ്റ്റിയലിനെ കൊന്ന് ബാക്കി സെലസ്റ്റിയൽസ് നള്ളിനെ പറഞ്ഞു വിടുന്നത് ഒരു ബോഡിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേജ് പോലത്തെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു റൂം പോലത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്കാണ്, അതിനാണ് ബോയ്ഡ് എന്ന് പറയാം. അതിന്റെ ഉള്ളിലേക്കാണ് ആരാ പറഞ്ഞു വിടുന്നത്? മറ്റേ നള്ളിനെ പറഞ്ഞു വിടുന്നത്. അപ്പൊ നള്ളിന്റെ അടുത്തുള്ളത് ഓൾറെഡി നള്ളിന്റെ അടുത്തുള്ള ഈ ഒരു സിംബ്യോട്ട്, ലിവിംഗ് സിംബ്യോട്ട് ആയിട്ടുള്ള ഈ വെപ്പൺ ഉണ്ടല്ലോ, ഈ വെപ്പൺ അടിച്ച് അതിന്റെ മൂർച്ച കൂട്ടും. കാരണം ഓൾറെഡി അത് പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. ഒരു സെലസ്റ്റിയലിനെ ഒരു വെട്ടിന് തീർക്കാൻ പറ്റിയൊരു വെപ്പൺ ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് പോരാന്നുള്ള രീതിയിൽ ഈ നള്ള് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത് അടിച്ച് അത് അപ്പോൾ അടിച്ച് പിന്നും 3 ഇരട്ടി 4 ഇരട്ടി തന്നെ പവർ വെപ്പിക്കും. മനസ്സിലായില്ലേ? നള്ളിന്റെ ഈ വെപ്പണ്. അതിനുശേഷം നള്ള് ഈ വെപ്പൺ ഉപയോഗിച്ചിട്ട് കണ്ണി കാണുന്ന എല്ലാവരും വെട്ടാൻ തുടങ്ങും. നള്ളിന്റെ മുന്നിൽ ആരെ കാണുന്ന അവരെ വെട്ടും.
അതിൽ ഒരുപാട് മാർവൽ കോമിക്സിൽ പറഞ്ഞിട്ടുള്ള കുറെ ദൈവങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ആസ്ഗാർഡിയൻസിനെ. ആസ്ഗാർഡിയൻസിൽ തോർ അല്ലെങ്കിൽ ഓക്കി അല്ലെങ്കിൽ ഓടിന് മാത്രമല്ല ഗോഡ്, അവിടെ എല്ലാവരും ഒരു ഗോഡ് പോലെയാണ്. അപ്പൊ അങ്ങനെ അത്ര അധികം അവർ മാത്രമല്ല, ഇൻക്ലൂഡിങ് ആസ്ഗാർഡിയൻസ് ആണ്. പക്ഷെ വേറെ കുറെ ഗോഡുകളെ ഈ സ്വോർഡ് ഉപയോഗിച്ചിട്ട് നള്ള് പണി തീർക്കും. അങ്ങനെയാണ് നള്ളിന്റെ ഈ സ്വോർഡിനുള്ള 2 പേരിൽ ഒന്ന് എന്ന് പറയുന്നത് ദി ഗോഡ് സ്ലയർ എന്നാണ്. ഗോഡ് സ്ലയർ എന്ന് വെച്ചാൽ ഗോഡ്സിനെ കൊല്ലുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കുറെ ദൈവങ്ങളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ ഗോഡ് സ്ലയർ ആണ്. പക്ഷെ ആ ഒരു പേര് വീഴുന്നത് നള്ളിനല്ല, പക്ഷെ നേരെ മറിച്ച് നള്ളിന്റെ വെപ്പണിനാണ് ആ പേര് വീഴുന്നത്. ആ ലിവിങ് സിംബോയ്ഡ് ആയിട്ടുള്ള ആ വെപ്പണിനാണ് ദി ഗോഡ് സ്ലയർ എന്ന് പറഞ്ഞ ആ ഒരു പേര് വരുന്നത്. ഗോഡ് സ്ലയർ എന്ന് മാത്രമല്ല നെക്രോസോഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് ഈ 2 പേരും വരുന്നത് ഇത്രയും ദൈവങ്ങളെ കൊല്ലുമ്പോഴാണ്. പിന്നെ അതിന് ശേഷം ഈ ഇരുട്ടി തന്നെ നള്ളിന് ഒരു ആർമറും കിട്ടുന്നുണ്ട്. ആർമർ എന്ന് വെച്ചാൽ എന്താ അറിയില്ല, ഇപ്പൊ ബാറ്റ്മാനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ആർമർ അല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു ആർമറാണ്. ഈ ഡാമേജ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സാധനം, അതാണ് ആർമർ. അതെല്ലാവർക്കും അറിയാലോ, അപ്പൊ ഞാൻ നല്ല അറിയാത്തവർക്ക് പറഞ്ഞുള്ളൂ. അങ്ങനെ ഈ ഡാർക്ക്നെസ്സിൽ നിന്ന് ഈ വെപ്പൺ ഉണ്ടാക്കിയെടുത്ത പോലെ നള്ള് ഒരു ആർമർ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാ വില്ലന്മാർക്കും ഒരു അന്ത്യം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നള്ളിനെ നേരിടാൻ വേണ്ടിയിട്ട് അത് കുറെ ആസ്ഗാർഡിയൻസിനെ കൊന്നല്ലോ. ആസ്ഗാർഡിലുള്ള ഒരു ഗോഡ്, ഒരു ദൈവം നള്ളിനെ നേരിടാൻ വരുന്നുണ്ട്. ഇത് ഈ സ്റ്റോറിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ വന്നിട്ട് അതിനുശേഷം എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ നള്ളിനെ ഡിഫീറ്റ് ചെയ്യും. ഈ ആസ്ഗാർഡിയൻ ഗോഡ് നള്ളിനെ ഡിഫീറ്റ് ചെയ്യും. നള്ളിനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രമല്ല ആ വെപ്പൺ എടുക്കും. ഈ വെപ്പണ് നള്ളിന്റെ അടുത്ത് നിന്ന് എടുത്തതിന് പകരം എടുത്തിട്ട് ഈ നള്ളിനെ ആ ഒരു ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു ബേസ് ലാൻഡിൽ ഇടും. മനസ്സിലായില്ല? പക്ഷെ ഇതെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഡ് ഇല്ലാതെ നള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ തോറ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ തോറിന്റെ കയ്യിൽ ഹാമർ ഇല്ലാന്നുണ്ടെങ്കിൽ തോറ് അതേ പവർ തന്നെയാണ് തോറിന്. ഹാമർ ഇല്ലാന്നുള്ളൂ, ഹാമർ തോറ് ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ മാത്രമാണ്. പക്ഷെ നള്ള അങ്ങനെയല്ല. നള്ളിന്റെ സോഴ്സ് ഓഫ് പവർ, അത് മെയിൻ സോഴ്സ് ഓഫ് പവർ. അല്ലാന്നുണ്ടെങ്കിൽ നള്ളിനെ അത്ര അധികം ഡേഞ്ചറസ് ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നള്ളിന്റെ അടുത്തുള്ള ആ ലിവിങ് സിംബിയോട്ട് ആയിട്ടുള്ള സോഡാണ്. ആ സോഡ് ഈ ആസ്ഗാർഡിയൻ ഗോഡ് നള്ളിന്റെ അടുത്ത് പിടിച്ചെടുക്കും. അത് ആസ്ഗാർഡിയൻ ഗോഡിനെ അറിയാം. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ നള്ളിനെ ഡിഫ്യൂസ് ഇത് സോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ 30% പവർ കൂടി നള്ളിനില്ല. അപ്പൊ നള്ള് ലെസ് ഡേഞ്ചർ ആണ് ആ സോഡ് ഇല്ലാതെ. അങ്ങനെ ആ നള്ളിനെ അടിച്ചിട്ട് ആ ഫൈറ്റിന് ശേഷം അടിച്ചിട്ട് ഇടുന്നത് ഒരു വേസ്റ്റ് ലാൻഡിലേക്കാണ്. വേസ്റ്റ് ലാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ തന്നെ. പക്ഷെ ചെറിയ ജീവജാലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഞാനിപ്പോ ഒരു വേസ്റ്റ് ലാൻഡിൽ വെച്ചാൽ അപ്പോൾ അവിടെ 8 കാലിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു ലാൻഡിലേക്കാണ് നള്ളിനെ ഇടുന്നത്. പക്ഷെ അവിടെ നിന്നാണ് നള്ളിന്റെ കളി തുടങ്ങുന്നത്. നള്ള എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് നല്ല ലിവിങ് ബീങ്സ് ഉണ്ടല്ലോ, കുറച്ചല്ല അധികം ഉണ്ട് ലിവിങ് ബീങ്സ് ഉണ്ട്. പക്ഷെ ഇതുപോലെ ഇപ്പൊ കുറെ ചെടി മരങ്ങൾ അങ്ങനല്ല, ഇത് ഈ ചെറിയ ജീവികൾ മറ്റേ അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് പറന്ന് നടക്കണൊക്കെ ചില സാധനങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഈ നള്ളിനെ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നള്ള് ഈ സാധനങ്ങളെ ഈ ജീവിച്ചിരിക്കുന്ന ഈ വേസ്റ്റ് ലാൻഡിലുള്ള കുറെ ജീവജാലങ്ങളെ ഒരു ഹോസ്റ്റാക്കി മാറ്റും. അതായത് നള്ളിന്റെ അടുത്തുള്ള ചില സിംബിയോട്സിനെ റിലീസ് ചെയ്തിട്ട് ഈ സാധനം ഈ ജീവജാലങ്ങളെ മേത്ത് കയറ്റിയിട്ട് ഈ ജീവജാലങ്ങൾ ഒരു ഹോസ്റ്റായി മാറും. അതായത് അത്രയും സിംബിയോട്സ് അപ്പം വരികയാണ്. അങ്ങനെ ഈ സിംബിയോട്സ് ഈ വനം പോലത്തെ സിംബിയോട്ടാണ് റിലീസ് ചെയ്തിട്ട് ഈ ലിവിങ് ബീങ്സിന്റെ മേത്തേക്ക് കയറ്റും. അപ്പൊ ലിവിങ് ബീങ്സ് ഹോസ്റ്റായി. പിന്നെ മേത്ത് ഇപ്പൊ ടോമാർഡി വനത്തിൽ ഒരു ഹോസ്റ്റാണ്, വനം അതിന്റെ മേത്തേക്ക് കയറുകയാണല്ലോ, മനസ്സിലായി? അപ്പൊ ടോമാർഡി ഹോസ്റ്റാണ്. അതേപോലെ ഒരു ലിവിങ് ബീങ്സിനെ ഹോസ്റ്റ് ആക്കിയിട്ട് അതിന്റെ മേത്തേക്ക് ഈ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് അത് ഭയങ്കര കുറെ സിംബിയോട്സ് ഒക്കെ ആവും. മനസ്സിലായില്ലേ? അങ്ങനെ ഈ കുറെ സിംബിയോട്സ് ആവുന്ന സമയത്ത് ഈ സിംബിയോട്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നള്ളാവും. അങ്ങനെ നല്ലൊരു വലിയൊരു ആർമിന്റെ ഒരു നേതാവാവും, വലിയൊരു. അപ്പൊ ഈ റിലീസ് ചെയ്ത ഈ സിംബിയോട്സിന് ഒക്കെ ഗോഡ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നള്ളാണ് ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു വലിയൊരു ഡ്രാഗന് പോലെയല്ല ഒരു ഡ്രാഗൻ സിംബിയോട്ടിനെ, ഭയങ്കര വലിയൊരു ഡ്രാഗൻ സിംബിയോട്ടിനെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാഗൻ സിംബിയോട്ടിനെ നള്ളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡ്രാഗൻ സിംബിയോട്ട് എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നള്ളിന് കാണാൻ പറ്റും. അങ്ങനെ ഒരു കണക്ഷൻ ഈ ഡ്രാഗൻ സിംബിയോട്ടും നള്ളും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡ്രാഗനും കുറെ സിംബിയോട്സും പിന്നെയും ആസ്ഗാർഡിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. കറക്റ്റും കൂടുതൽ ഗോഡ്സ് ജയിച്ചിരിക്കുന്നത് ഓബ്വിയസ്ലി ആസ്ഗാർഡിലാണ്. കാരണം ആസ്ഗാർഡിൽ ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പൊ കുറെ മനുഷ്യന്മാര് അവർക്ക് ഈ ഒരു രാജാവ് ഉണ്ടാവും. അപ്പൊ ആ രാജാവും മനുഷ്യൻ തന്നെ ആവും. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും ഈ മാർവൽ കോമിക്സിനെ അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, മിക്ക സ്ഥലങ്ങളിലും കുറെ സാധാരണക്കാരുണ്ടാവും, അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ജീവജാലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഗോഡായിട്ട് വരുന്നത് ആ ജീവജാലം തന്നെ ആവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആസ്ഗാർഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗോഡാണ്. പക്ഷെ എല്ലാവരും ദൈവങ്ങളാണ്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് ഓബിയസ്ലി ഓഡിനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറാണ്. ഓക്കെ, അങ്ങനെ ഈ ആസ്ഗാർഡിയൻസിനെ വീണ്ടും നള്ള അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രാഗൻ സിംബിയോട്ട് ഉണ്ടല്ലോ, ഈ ഡ്രാഗൻ സിംബിയോട്ടിനെ ആര് ഡിഫീറ്റ് ചെയ്യും? തോർ ഡിഫീറ്റ് ചെയ്യും. ആസ്ഗാർഡിൽ നിന്ന് ആ ഒരു അറ്റാക്കിന്റെ സമയത്ത് തോർ ഡിഫീറ്റ് ചെയ്യും. അപ്പൊ ഈ തോറ് ഈ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഡ്രാഗൻ ഉണ്ടല്ലോ, ഈ ഡ്രാഗന്റെ കുറെ സിംബിയോട്സ്, ശരിക്കും അത് ഡ്രാഗൻ അല്ല, അത് കുറെ സിംബിയോട്സിനെ മറ്റേ നള്ളി യോജിപ്പിച്ചിട്ട് വലിയൊരു ജീവിയാക്കി മാറ്റുന്നതാണ്. അത് ഡ്രാഗനെ പോലെ ഉണ്ട്, അതാണ് ഡ്രാഗൻ സിംബിയോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡ്രാഗനെ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ അതൊക്കെ കൂടെ ഇങ്ങനെ ഒപ്പം വരുമ്പോൾ ഭയങ്കര പവർഫുൾ ആവും. പക്ഷെ തോറാണ് അറിയാലോ, തോറ്
ഈ ഡ്രാഗൺ സിംബിയോട്ടിനെ ഡിഫീറ്റ് ചെയ്യും. ആ സമയത്ത് ഈ നള്ളും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷൻ ഉണ്ടല്ലോ, ഡ്രാഗൺ എന്ത് കാണുന്ന അത് നള്ളിനും കാണാൻ പറ്റുന്നല്ലേ, ആ ഒരു കണക്ഷൻ അവിടെ നശിക്കും. ഈ കണക്ഷൻ നശിച്ച് ഈ ഡ്രാഗൺ ഡിഫീറ്റ് ഡ്രാഗന്റെ പരിപാടി കഴിഞ്ഞല്ലോ. ഈ ഡ്രാഗന്റെ പരിപാടി കഴിയുന്ന സമയത്ത് അവിടെ ഈ ഡ്രാഗന്റെ മേത്തുള്ള ഈ സിംബിയോട്സ് എല്ലാതും തന്നെ റിലീസ് ആവും. അങ്ങനെ റിലീസ് ആവുന്ന സമയത്ത് അതായത് അതുവരെ സിംബിയോട്ട് എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിൽ നിന്നാണ് പവർ വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ലൈറ്റിൽ നിന്ന് പവർ വലിക്കാൻ തുടങ്ങും. അതായത് നള്ളിന്റെ എനിമിയാണ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ പവറിൽ നിന്ന് ലൈറ്റിന്റെ ഒരു ഇതിൽ നിന്ന് പവർ വായിച്ചെടുക്കാൻ തുടങ്ങും ഈ ഡ്രാഗൺ ചത്തപ്പോ റിലീസ് ആയിട്ടുള്ള സിംബിയോട്സ്. അങ്ങനെ ആ സിംബിയോട്സ് ആസ്ഗാർഡിലുള്ള കുറെ ഈ മറ്റേ ദൈവങ്ങളെ ഹോസ്റ്റ് ആക്കിയിട്ട് ഇവരെ മേത്ത് വെക്കാണ്ട് കയറും. അങ്ങനെ ഈ റിലീസായ സിംബിയോട്സ് നള്ളിന് നേരെ തിരിഞ്ഞു. അങ്ങനെ നള്ളിന് നേരെ തിരിഞ്ഞ് അപ്പൊ നള്ളിപ്പോ ഓബിയസ്ലി ഓവർ പവർഡ് ആവും. കാരണം അത്ര അധികം സിംബിയോട്സിനെ ആസ്ഗാർഡിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സിംബിയോട്സ് മാത്രമേ നള്ളിന്റെ ഭാഗത്തുള്ളൂ. നള്ളിന് അറിയില്ലല്ലോ ഇതിപ്പോ ഇങ്ങനെ ആവുന്നില്ല. അങ്ങനെ അപ്പൊ അത്രയും വലിയ കുറെ സിംബിയോട്സ് നള്ളിന് നേരെ റവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നള്ളിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ അറ്റാക്കിന് ശേഷം ഈ സിംബിയോട്സ് എല്ലാതും കൂടി നള്ളിനെ ഒരു കേജിലാക്കും. കുറെ സിംബിയോട്സ് ഉള്ള ഒരു കേജിലാക്കും. അത് കേജിനിട്ട് നള്ളിനെ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇത് നള്ളാണെങ്കിൽ ഇങ്ങനെ വലിച്ച് കെട്ടി അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് കുറച്ചും കൂടെ ഇപ്പൊ ഇങ്ങനെ റൗണ്ടിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് കെട്ടുമ്പോൾ കുറച്ചും കൂടെ വലിപ്പുണ്ടാവും, പിന്നെ കുറച്ചും കൂടെ വലിപ്പുണ്ടാവും, പിന്നെയും കുറച്ചും കൂടെ വലിപ്പുണ്ടാവും. അങ്ങനെ ഈ ഒരേ ഷേപ്പിൽ നമ്മൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ സിംബിയോട്സ് ഇങ്ങനെ വലയും. ആരെ നള്ളിനെ വലയും. നള്ളി പുറത്തുനിന്നാൽ പിന്നെ ഇനി പണി തീരുന്നറിയാം. അപ്പൊ കിട്ടിയ അവസരത്തിൽ നള്ളിനെ കൂട്ടുക. നള്ളിനെ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ വലിയൊരു കേജ് പോലെ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാനറ്റ് പോലത്തെ ഒരു ഷേപ്പിലാവും. അതാണ് എന്താ പറയുക പ്ലാനറ്റ് ഓഫ് സിംബിയോട്സ് എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ മറന്നു പോയി പെട്ടെന്ന് പേര്. പ്ലാനറ്റ് ഓഫ് സിംബിയോട്സ് അത് തന്നെയാണ് മാർവൽ കോമിക്സിലുള്ള ഏറ്റവും ആദ്യത്തെ പ്ലാനറ്റും. അങ്ങനെ ഇപ്പോ മാർവൽ കോമിക്സിൽ അത് എത്ര 23-22 പേജിലെ നള്ളിന്റെ കഥ പറയുന്നുള്ളൂ. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് വെനം മാത്രമല്ല, ഇപ്പോൾ എല്ലാ സിംബിയോട്സിനേക്കാളും പവറാണ് ഇതിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും നള്ളിനെ ഡിഫീറ്റ് ചെയ്തിരുന്നത്. നള്ളിനെ ഡിഫീറ്റ് ചെയ്യുന്നത് കുറെ സിംബിയോട്സ് കൂടി ചേർന്നിട്ടാണ് നള്ളിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അത് ആരാണെന്നുണ്ടെങ്കിലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാർവൽ കോമിക്സിലുള്ള ഗലാക്ടസ് ഉണ്ടല്ലോ, ഗലാക്ടസ് ആണ് ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ. ആ വില്ലന് കുറെ സൂപ്പർ പവർ ആയിട്ടുള്ള ഭയങ്കര വില്ലന്മാരോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സൂപ്പർ ഹീറോസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗലാക്ടസ് തോൽക്കും. പക്ഷെ എന്താണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നള്ള് ആണ് വെനം 3 വില്ലനായിട്ട് വരാൻ പോണത്. മനസ്സിലായില്ല. അപ്പൊ വെനം എന്ന് പറയുന്നത് വെനം 2-ലാണോ 1-ലാണോ വെനം പറയുന്നുണ്ട് പ്ലാനറ്റിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വെനം എന്നുള്ളത്. മനസ്സിലായില്ലേ. അപ്പൊ ഈ വീക്കസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് വെനം, ഈ അത്രയധികം വീക്കായിട്ടുള്ള ഒരു ഇതാണ് വെനം എന്നാണ് സിനിമയിൽ പറയുന്നത്. മനസ്സിലായില്ലേ. പക്ഷെ വെനം 2-ല് വില്ലനായിട്ടൊരു വെനം തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ അതും ഇതേ പ്ലാനറ്റിൽ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ അത്രയും വീക്കായിട്ടുള്ള വെനം ആ വെനത്തിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെനം ചൂസ് ചെയ്ത ഹോസ്റ്റ് എന്ന് പറഞ്ഞത് ടോം ഹാർഡിയാണ്. അപ്പൊ ടോം ഹാർഡിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാണ് വെനം ടോം ഹാർഡിനെ ചൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ഇനി ഈ ഒരു വെനം 3 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലിയൊരു വാറ് പോലെ ഉള്ള ഒരു സംഭവവും വെനം 3 എന്ന് പറഞ്ഞത്. വെനം 1-ഉം 2-ഉം പോലെ ആവില്ല, ഒരു വലിയൊരു വാറാവും വെനം 3-ല് സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ വെനം മിക്കവാറും ഇതിൽ ചാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് സംഭവിക്കാനുള്ള ചാൻസും വെനം 3-ലുണ്ട്. കാരണം അത്ര ഒരു 100 വെനം വന്നാലും നള്ളിന്റെ ഒരു 30% പവറും കൂടി ആവില്ല. അപ്പൊ അത്ര അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് വെനം 3-ല് മുട്ടാൻ വേണ്ടി പോണത്. ഓബിയസ്ലി അതിന് വെനം ചാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇത് ലാസ്റ്റ് ഡാൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ വെനം 4 ഉണ്ടാവാനുള്ള ചാൻസസും ഭയങ്കര കുറവാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു വില്ലനായിട്ട് അങ്ങനെ മുട്ടാൻ ഒരു സാക്രിഫൈസ് വെനം 3-ല് മിക്കവാറും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പൊ അതൊക്കെ തന്നെ പറയാനുള്ളൂ. സൈനിങ് ഔട്ട്.